നമസ്കാരം. എന്നോടൊപ്പം സ്വാമി ശക്തിപാത അദ്വൈത ആശ്രമത്തിലെ സ്വാമിനി ദിവ്യാനന്ദപുരിയാണ് ഉള്ളത്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി കമ്പനിയിൽ ഉണ്ടായ ലൈംഗിക അതിക്രമവും മതപരിവർത്തനവും എന്നുള്ള കുറ്റം ആരോപിച്ചുകൊണ്ട് നിദാ ഖാൻ എന്ന് പറഞ്ഞ ഒരു HR ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ ഒളിവിലായിരുന്നു. അവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മതപരിവർത്തനം നടത്തുന്നില്ല എന്നാണ് വ്യാജ പ്രചരണമെന്നാണ് നമ്മുടെ കേരളത്തിൽ മാധ്യമങ്ങൾ, മറ്റു സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ, അങ്ങനെ നിരവധി പേർ അത്തരത്തിൽ എല്ലാം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ വർഗീയ ശക്തികൾ അഭ്യൂഹം പരത്തുന്നു എന്നാണ് ഇവിടെ പൊതുസമൂഹത്തിനിടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യങ്ങൾ ഒരു സിനിമ ഇറങ്ങി, കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു. ആ ചിത്രങ്ങൾ വ്യാജമാണെന്നും അത് സിനിമാ കഥയാണെങ്കിൽ പോലും യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന ഒരു കഥ തന്നെയാണ്. പക്ഷേ ഇവിടെ അത്തരത്തിൽ ഒരു തെളിവ് സഹിതം കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇന്ത്യ ഗവൺമെൻറ് അടുത്തുള്ള SIT സംഘം. അത്തരത്തിൽ അവർ വേഷം മാറി ദിവസങ്ങളോളം ആ കൺസൾട്ടൻസി ഏജൻസിയിൽ തൊഴിലാളികളായിട്ട് പണിയെടുത്തുകൊണ്ടാണ് ഈ സത്യാവസ്ഥ അവർ കണ്ടുപിടിക്കുകയും അതിനെ FIR ഏതാണ്ട് 9ഓളം FIR രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തു. നിരവധി പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് യാഥാർത്ഥ്യമാണ്. ഹിന്ദു വിഭാഗം അല്ലെങ്കിൽ മറ്റു വിഭാഗത്തിലുള്ളവരെ ഇസ്ലാമിക വിഭാഗത്തിലേക്ക് മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളത് വ്യക്തമായി കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്തായാലും അതിനെക്കുറിച്ചും നമ്മുടെ സമൂഹത്തിൽ ഇത്തരം വളർന്നു വരുന്ന യുവജനങ്ങൾ എങ്ങനെ സമൂഹത്തിൽ നേരിടണമെന്നും ഇത്തരം അനുഭവങ്ങൾ, സാഹചര്യങ്ങൾ ജോലി സ്ഥലത്തോ മറ്റുള്ള സ്ഥലത്തോ ഉണ്ടാകുകയാണെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ പെരുമാറണം എന്നതിനെക്കുറിച്ചാണ് സ്വാമിനി നമ്മളോട് സംസാരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ രാജ്യത്ത് ഒട്ടാകെ ഉണ്ടാകുന്നുണ്ടോ? നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ ഇത്തരം സാഹചര്യങ്ങളുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കണം അതൊക്കെ ഒന്ന് നേരിടേണ്ടത്? അതെ, അങ്ങ് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ സമാജത്തിൽ എല്ലാ മേഖലകളിൽ നിന്ന് വളരെയേറെ ആസൂത്രിതമായ രീതിയിലുള്ള മതപരിവർത്തനങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു പൊതുസമൂഹത്തിൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഏതായാലും നമ്മുടെ സനാതനധർമ്മത്തിൽ ഒട്ടേറെ ആചരണങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഉപാസനാ പദ്ധതികളൊക്കെ നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്കായിട്ട് നൽകിയിട്ടുണ്ട്. അതൊക്കെ തന്നെ മനുഷ്യനെ കൂടുതൽ ശുദ്ധീകരിക്കാൻ അഥവാ സംസ്കരിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ആചരണ പദ്ധതികളൊക്കെ തന്നെയാണ്. പലപ്പോഴും നമ്മുടെ സമൂഹം അഥവാ ഹിന്ദു സമൂഹം എന്നുള്ളത് ഈ ഒരു ആചരണ പദ്ധതികളിൽ നിന്ന്, നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയിട്ടുള്ള അറിവിൽ നിന്ന് അകന്നു പോയതുകൊണ്ട് ആണ് തീർച്ചയായിട്ടും മറ്റു മതപരിവർത്തന ശക്തികളുടെ ആ ഒരു പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെടുന്ന ഒരവസ്ഥ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം ആശ്രമങ്ങൾ കൊല്ലത്ത് വളരെ ചുരുക്കമാണ്. മറ്റ് നമ്മൾ കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡൊക്കെ സ്ഥലങ്ങളിൽ ഒരുപാട് ആശ്രമങ്ങൾ കാണും. നമ്മുടെ നാട്ടിൽ ഈ ക്ഷേത്രങ്ങൾ നിരവധിയുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ പോലും നമ്മുടെ ഹിന്ദു സമാജത്തിലുള്ളവർ പോകാൻ മടിക്കുകയും നിരുത്തരവാദപരമായിട്ട് ക്ഷേത്രങ്ങളിൽ പോകാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഒരു മാറ്റം വരുത്തണ്ടേ? തീർച്ചയായിട്ടും. എന്തിനാണ് ക്ഷേത്രം, എങ്ങനെയാണ് ക്ഷേത്രത്തിൽ ആരാധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ തന്നെ അറിവോടുകൂടി നമ്മൾ ആ ഒരു ആരാധന ചെയ്യുമ്പോഴാണ് അതിൻ്റെ ശരിയായ ഒരു പ്രയോജനം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക, നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചും ക്ഷേത്ര ആചരണങ്ങളെ സംബന്ധിച്ചും ആയിട്ടുള്ള ശരിയായ അറിവോടുകൂടി ആചരിക്കുക എന്നുള്ളത്, ആ ഒരു അറിവിനെ നേടിയെടുക്കുക, അതിനനുസരിച്ച് ആചരണം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ വളർന്നു വരുന്ന തലമുറയിൽ ഈ ഒരു അറിവിനെ പകർന്ന് നൽകുക എന്നുള്ളത് ഏറെ ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അവർ മണിക്കൂർ കണക്കാണ് സ്വന്തം മൊബൈൽ ഫോണിൽ, സോഷ്യൽ മീഡിയ വ്യാപകമായിരുന്നു. ഇപ്പോൾ AI യുഗമാകുന്നു. എന്തു തന്നെയായാലും നമ്മൾ ആ AI യുഗത്തിലെയും സോഷ്യൽ മീഡിയത്തിലെയും ഈ നമ്മുടെ ഹിന്ദു വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ ആ കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ അത്തരം കാര്യങ്ങൾ അവരിലേക്ക് എത്താൻ വേണ്ടി
നമ്മുടെ ആശ്രമത്തിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നമ്മുടെ സ്വാമിജിയുടെ ഭാഗത്തുനിന്നൊക്കെ അത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ട്? അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അത്തരം ശ്രമങ്ങൾ നടത്താൻ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ ഒരു മുഖ്യമന്ത്രിയായിട്ട് ഒരു സിനിമാ നടൻ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ജനങ്ങളിലേക്കുള്ള പ്രചരണം, അദ്ദേഹം എല്ലാ മണ്ഡലങ്ങളിൽ പോവുകയോ എല്ലാ ജില്ലകളിൽ പോവുകയോ വോട്ട് അഭ്യർത്ഥിക്കുകയൊന്നും ചെയ്യില്ല. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വാട്സപ്പ് ഏതാണ്ട് 25,000ഓളം ഗ്രൂപ്പുകളും അത്രയും ഗ്രൂപ്പുകളിൽ കൂടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളായാൽ ഭാവിയിൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ള പ്രവർത്തനം നടത്തിയതിൻ്റെ ഫലമാണ് പാർട്ടി ഉണ്ടാക്കിയതാണ്ട് 1 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ, ഹിന്ദു സമൂഹത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ഈ മീഡിയകൾ ഉപയോഗിക്കാൻ നമ്മുടെ ആശ്രമങ്ങൾ പോലെയുള്ളെങ്കിൽ നമ്മുടെ ഭാഗങ്ങൾക്ക് സാമ്പത്തികമായൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതുകൊണ്ടാണോ ഇത്തരം പ്രവർത്തനങ്ങൾ വ്യാപകമായിട്ട് പോകാൻ തടസ്സം നിൽക്കുന്നത്? ഏതായാലും സോഷ്യൽ മീഡിയയുടെ ഉപയോഗം എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ സാധ്യമല്ല. ഏതായാലും ആ ഒരു സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനത്തിലൂടെ തന്നെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ധർമ്മസംബന്ധിയായ അറിവിനെ പകർന്നു നൽകുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. പൊതുവെ സാമ്പത്തികമായിട്ടുള്ള ഒരു പോരായ്മകൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കൂടുതലായിട്ട് സാമ്പത്തികമായ ഒരു ശക്തിയായിട്ട് നമ്മുടെ സമാജം ഉയർന്നു വരേണ്ടതുണ്ട്. സാമ്പത്തികമായിട്ട് മാത്രമല്ല, എല്ലാ നിലയ്ക്കും തന്നെ ഒരു ശക്തമായിട്ടുള്ള ഒരു സമാജമായിട്ട് ധർമ്മ അവബോധമുള്ള, ധർമ്മസംബന്ധിയായ ശരിയായ അറിവിനെ നേടാനുള്ള ഒരു ഉപാധിയാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അതിന് ആശ്രമത്തിൻ്റേതായ രീതികളിലൊക്കെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പൊതുവെ സമൂഹം ആ ഒരു രീതിയിലാണ് ഇന്ന് കൂടുതലും പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെ ധർമ്മസംബന്ധിയായ അറിവിനെ പകർന്നു നൽകേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഈ കുട്ടികളായിട്ട് വളർന്നു വരുന്നവർക്കും മുതിർന്നവർക്ക് പോലും അറിയാൻ പറ്റാത്ത ദിനചര്യകൾ എങ്ങനെ തുടങ്ങണം എന്നൊന്ന് പങ്കുവെക്കാവോ? തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ വളരെ വൈകുന്നത് വരെ മൊബൈൽ ഫോണിലുള്ള ഉപയോഗം കാരണം വൈകിട്ടാണ് ഉറങ്ങുക. അതുകൊണ്ട് തന്നെ വളരെ വൈകിട്ടാണ് എണീക്കാൻ സാധിക്കുക. ഏതൊരു ശരീരത്തിൻ്റെയും ശരിയായ പ്രവർത്തനത്തിന് അതിനാവശ്യമായ ഉറക്കം അത്യാവശ്യമാണ്, കൂടിയേ തീരൂ. അതിന് ശരിയായ രീതിയിൽ ആരോഗ്യത്തെ നിലനിർത്തുന്ന വിധത്തിലുള്ള ഉറക്കത്തെ ശരീരത്തിന് നൽകിക്കൊണ്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതിന് ആ ഒരു ശരിയായ അറിവ് നൽകുക. മൊബൈൽ ഉപയോഗമായാലും ശരി, അതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള തിരിച്ചറിവോടുകൂടി വേണം ഉപയോഗിക്കാം. അല്ലാതെ ഉപയോഗിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മളിന്ന് സമൂഹത്തിൽ കാണുന്നതാണ് മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ അടിമപ്പെടുന്നത്. ഈ ഒരു മീഡിയയിലൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതെങ്ങനെ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കാമോ ആ രീതിയിൽ ഉപയോഗിക്കാനുള്ള അറിവ് നേടുക എന്നുള്ളതാണ് പറയാനുള്ളത്. അത് തന്നെ, രാത്രിയിൽ നേരത്തെ കിടന്നുറങ്ങുക, അതിരാവിലെ എണീക്കുക, ദിനചര്യകൾ കഴിക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തുടർന്നും അവരെ ജീവിതത്തിൽ കൊണ്ടുപോകുന്നതാണ് നല്ലതല്ലേ? തീർച്ചയായിട്ടും ആ ഒരു കൃത്യനിഷ്ഠമായ ഒരു അടുക്കും ചിട്ടയുള്ള ജീവിതം തന്നെയാണ് എല്ലാ കാലത്തും ഗുണപ്രദമായി തീരുക എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അത് ഇന്നത്തെ കാലത്ത് വളർന്നു വരുന്ന കുട്ടികൾക്ക് ആ ഒരു രീതിയിലുള്ള ആചരണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. എങ്കിലും അത് തന്നെയാണ് ഒരു കൃത്യമായ ദിനചര്യ പാലിക്കുക, ആരോഗ്യത്തിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തുക, ശരിയായ ഭക്ഷണ രീതി ശീലിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് ജീവിതത്തിൻ്റെ വിജയത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഘടകങ്ങൾ. അതെ, രാജ്യമൊട്ടാകെ അല്ലെങ്കിൽ ലോകമൊട്ടാകെ ഇത്തരം മതപരിവർത്തനങ്ങളോ, അവൻ ജനിച്ച് ഏത് സമൂഹത്തിൽ വിഭാഗത്തിൽ ജനിച്ച് അവിടെ മാന്യമായും അന്തസ്സുമായിട്ടും നല്ല രീതിയിൽ ആരോഗ്യത്തോടെ സമൂഹ നന്മയ്ക്കായിട്ട് ജീവിച്ച് മരിക്കുക, അതാണ് ലക്ഷ്യം. അതേപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒന്നും പെടാതെ അവരുടെ ദിനചര്യകൾ സ്വാമിനി പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ജീവിതം അർത്ഥപൂർണ്ണമാക്കട്ടെ. ഇത്തരം രാജ്യത്ത് പല പ്രവർത്തനങ്ങളും പല രീതിയിൽ നടക്കുന്നു. ഇതിലൊന്നും നമ്മൾ ചെവിക്കൊള്ളാതെ നമ്മുടേതായ കാര്യങ്ങൾ, ഏത് വിവാഹത്തിൽ ജനിച്ചാണ് ആ വിവാഹത്തിൽ
വിവാഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് അന്തസ്സായിട്ട് സമൂഹ നന്മയ്ക്കായിട്ട് വേണ്ടി ജീവിച്ച് അവരുടെ ജീവിതം അവസാന നിമിഷം കൊണ്ടുപോകട്ടെ. മലയാളി വാർത്തയ്ക്ക് വേണ്ടി അല്പനേരം നമ്മളോട് സംസാരിച്ച സാമിനിക്കും മലയാളി വാർത്തയുടെ പേരിലും നന്ദി പറയുന്നു. രാംഭദ്രൻ, മലയാളി വാർത്ത.